ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. നോമ്പിൻ്റെ സുഹൃതകാലത്തിലേക്ക് നാം ഒരുമിച്ച് പ്രവേശിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ അടുത്തറിയുവാനും ആഴത്തിലറിയുവാനും അവനിലൂടെയുള്ള രക്ഷയുടെ വലിയ സന്തോഷം അനുഭവിച്ചറിയുവാനുമുള്ള മുഖാന്തരമായി ഈ നോമ്പ് നാളുകൾ പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നോമ്പിൻ്റെ ആദ്യ ദിനത്തിൽ ചിന്തകൾക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കാനായിലെ കല്യാണ വിരുന്നാണ് ഈ വേദഭാഗത്തിലെ പരാമർശ വിഷയം. 11-ാമത്തെ വാക്യം, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം തിരിച്ചറിയുവാനും അവനിൽ ആഴത്തിൽ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനുമുള്ള മുഖാന്തരമായി ഈ ധ്യാനവും ഈ നോമ്പ് നാളുകളും മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിമിതികളെ പരിഗണിക്കേണ്ട ഒരു കാലമാണ് നോമ്പ് കാലമെന്ന് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ എപ്പോഴും പരിമിതികൾ യാഥാർത്ഥ്യമാണ്. കാനാവിലെ കല്യാണ വിരുന്നിനും സമൃദ്ധമായ വീഞ്ഞിൻ്റെ നാട്ടിൽ വീഞ്ഞിന് ഒരു പരിമിതി ഉണ്ടാകുന്നതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. വീഞ്ഞിൻ്റെ നഗരമാണ് കാന, ധാരാളം വീഞ്ഞുള്ള ഇടം. എന്നാൽ അവിടെ വീഞ്ഞ് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. കലവറയിലെ കലങ്ങൾ എപ്പോഴും കാലിയാകുവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ വേദഭാഗം നമ്മളെ കാണിച്ചു തരികയാണ്. എപ്പോഴും പരിമിതികൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. ദൈവവുമായുള്ള ബന്ധത്തിലും നമുക്ക് ധാരാളമായുള്ള പരിമിതികളുണ്ട് എന്ന് തിരിച്ചറിയേണ്ട ഒരു കാലമാണ് നോമ്പ് കാലം. ദൈവബന്ധത്തിലും നമുക്ക് വന്ന കുറവുകളെ കണ്ടെത്തി അതിനെ പരിഹരിച്ച് അനുഗ്രഹകരമായി രൂപപ്പെടുന്ന ഒരു കാലയളവായി ഈ നോമ്പ് കാലയളവ് എനിക്കും നിങ്ങൾക്കും പരിണമിക്കട്ടെ. രണ്ടാമതായി, പരിധിയില്ലാത്ത ദൈവകൃപയിൽ ആശ്രയിക്കേണ്ട കാലമാണ് നോമ്പ് കാലം. ദൈവകൃപയുടെ അളവറ്റ വ്യാപരണമാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ ഭവനത്തിലും അതാണ് സംഭവിക്കുന്നത്. ഒരുപക്ഷെ അവർക്ക് നികത്തുവാൻ കഴിയാത്ത പരിമിതികളുടെ മധ്യത്തിൽ പരിധിയില്ലാത്ത ദൈവകൃപ ഈ ഭവനത്തിന്മേൽ ചൊരിയപ്പെടുന്നത് നാം ഇവിടെ കാണുകയാണ്. അവർക്ക് സമൃദ്ധമായ വീഞ്ഞിൻ്റെ അനുഭവമാണ് പച്ചവെള്ളത്തിൽ നിന്നും രൂപപ്പെടുന്നത്. ഏതനുഭവങ്ങളെയും രൂപപ്പെടുത്തുവാനും രൂപാന്തരപ്പെടുത്തുവാനും കഴിയുന്നതാണ് ദൈവസ്ഥാനത്തിൻ്റെ നിറവെന്ന് ഈ വേദഭാഗം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെയെങ്കിൽ ഈ പരിധിയില്ലാത്ത ദൈവകൃപയെ പ്രാപിക്കേണ്ട ഒരു കാലയളവായി നോമ്പ് കാലയളവ് നമുക്ക് പരിണമിക്കണം. സമൃദ്ധമായ ദൈവരാജ്യ അനുഭവങ്ങൾ സമ്മാനിക്കുവാൻ തക്കവണ്ണമാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തെ ഈ ലോകത്തിന് അർപ്പിച്ചത്. നുരഞ്ഞ് പൊന്തുന്ന വീഞ്ഞിൻ്റെ അനുഭവം അത് ദൈവരാജ്യത്തിൻ്റെ സമൃദ്ധമായ അനുഭവങ്ങളുടെ അടയാളമാണ്. അങ്ങനെയെങ്കിൽ ആ സമൃദ്ധമായ അനുഭവങ്ങൾ പ്രാപിക്കുവാനാണ് ഈ അടയാളം കർത്താവ് നമുക്ക് മുമ്പിൽ വരച്ച് കാട്ടുന്നത്. കർത്താവിനോട് ചേർന്ന് സമൃദ്ധമായ ദൈവരാജ്യ അനുഭവങ്ങളെ പ്രാപിപ്പാൻ തക്കോണം ഈ വേദഭാഗം നമ്മളെയും ക്ഷണിക്കുകയാണ്. പരിധിയില്ലാത്ത ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കുവാൻ എപ്പോഴും കഴിയണം. അത് നിരന്തരം നമുക്ക് സമ്മാനിക്കുന്നതാണ് ദൈവസാന്നിധ്യത്തിൻ്റെ നിറവ്. അത് സമ്മാനിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ തേടി ഈ ലോകത്തിൽ വന്നത് തന്നെ. നമ്മുടെ കുറവുകളെ കണ്ടെത്തി പരിധിയില്ലാത്ത ദൈവകൃപ പ്രാപിച്ച് ജീവിതത്തെ അനുഗ്രഹമാക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് നമ്മളെ വിധേയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കാലമായി ഈ നോമ്പ് കാലം പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.